ചായക്കടയിൽ നിന്ന് നമ്മൾ വാങ്ങാറുള്ള വെട്ട് കേക്ക് ഞാനൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അതേ രുചിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു മിക്സിയിൽ ജാറിൽ കുറച്ച് പഞ്ചസാര മെഷർമെൻ്റ് ഒന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, അത് നിങ്ങളുടേതായ രീതിയിൽ ഒരു മെഷർമെൻ്റ് എടുക്കുക. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് പഞ്ചസാര, ഏലക്ക, അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബൗളിൽ ഒരു കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ, പിന്നെ റവ, റോസ്റ്റഡ് റവയാണ്, അല്ലാത്ത റവയും നമുക്കെടുക്കാം. അതും കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് ഞാൻ പിന്നെ ബേക്കിംഗ് സോഡാപ്പൊടി, അപ്പക്കാരമില്ലേ, അതും എടുത്ത് കുറച്ച് നെയ്യും കൂടി ആയിട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്തിട്ടില്ലേ, അതൊന്ന് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ രീതിയിൽ നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വയ്ക്കാനും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയിൽ മാവ് കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ആ മാവിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് തിന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്യുക. തീരെ ചെറിയ ബോൾസായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ചും കൂടെ വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ബോളിനെ 2 സൈഡായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കേക്കിൻ്റെ ആ ഒരു വെട്ട് വരുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി കഴിഞ്ഞതിൽ നമ്മൾ ആ ഒരു പീസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ചായയും കൂടെ ഇട്ട് ചായയും കേക്കും കൂടി കഴിക്കാം.